هاي فريندز، السلام عليكم. كيف الحال؟ زين الحمد لله. هل أنتم طيبين؟ نعم. ഇന്ന് നാം മനോഹരമായ ഒരു പദ്യം പഠിക്കുകയാണ്. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു, കൂടുകളുടെ പേര് നാം പഠിച്ചു ഇല്ലേ? കുറേ ജീവികളുടെ അവർ താമസിക്കുന്ന കുടിലുകളുടെ പേരുകൾ നാം പഠിച്ചു. അതൊന്ന് നമുക്ക് നോക്കാം. ബക്കറത്തിൻ്റെതായിരുന്നു ബക്കറത്വൻ ഹലീറത്വൻ, ബക്കറത്വൻ ഹലീറത്വൻ. കൽബൻ, കൽബിൻ്റെ കൂടിൻ്റെ പേര് വിജാറുൻ, കൽബിൻ്റെ കൂടിൻ്റെ പേര് വിജാറുൻ. ഒറാബൻ, കാക്കയുടെ കൂടിൻ്റെ പേര് ഒശ്വൻ, കാക്കയുടെ കൂടിൻ്റെ പേര് ഒശ്വൻ. അസദ്വൻ, സിംഹത്തിൻ്റെ കൂടിൻ്റെ പേരെന്താ? അരീനൻ, സിംഹത്തിൻ്റെ കൂടിൻ്റെ പേര് അരീനൻ എന്നാണ്. ഫഅറുൻ, എലിയുടെ കൂടിൻ്റെ പേര് ലഹ്സുൻ, ഫഅറുൻ, എലിയുടെ കൂടിൻ്റെ പേര് ലഹ്സുൻ. ഒനമുൻ, ആടിൻ്റെ കൂടിൻ്റെ പേര് നാം പാഠത്തിൽ പഠിച്ചതാണ്. ഒനമുൻ, ആടിൻ്റെ കൂടിൻ്റെ പേരെന്താണ്? മർബലുൻ, മർബലുൻ, ആട്ടിൻ കൂടിന് എന്താ പറയുക? മർബലുൻ എന്നാണ്. ഓക്കെ. അവസാനമായി ദജാജത്തുൻ, കോഴിയുടെ കൂടിൻ്റെ പേരെന്താണ്? ഹുമ്മുൻ, ദജാജത്തുൻ ഹുമ്മുൻ. അതെ, ഈ അസ്മാഉൽ മസാക്കിൻ വീടുകളുടെ പേര്, ഈ ജീവികളുടെയൊക്കെ കുട്ടികളുടെ പേര് നാം പഠിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനോഹരമായ ഒരു പദ്യം പാടാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മനോഹരമായ പാട്ട്. ഓക്കെ. ലഹനുൽ കൗൻ, പ്രപഞ്ചത്തിൻ്റെ താളം. ആട്ടിടയൻ ആടുകളെയുമായിട്ട് പോകുന്ന വഴിക്ക് ധാരാളം ഭംഗിയായ പ്രപഞ്ചത്തെ കാണുന്നു. ധാരാളം ചെടികളും മരങ്ങളും പൂക്കളും കാണുന്നു. അപ്പോൾ ആട്ടിടയൻ ആ മനോഹാരിതകൾ കണ്ട്, പ്രപഞ്ചത്തിൻ്റെ ഭംഗി കണ്ട് പാടുന്ന പാട്ടാണിത്. ഓക്കെ, നമുക്കും നല്ല ഭംഗിയായിട്ട് ഈണത്തിൽ പാടാം. ഓക്കെ, നിങ്ങൾ ആദ്യം ഒന്ന് പാടുന്നത് കേട്ടു നോക്കൂ. والعشب والنبار والروض مزدان والظل والأشجار والشمس في فلك والنجم والأقمار ما أجمل الدنيا فيها الصبا المعطاء ألحانها تسري تشدو بها الأطيار حسن على حسن فيض من الإبهار قد صاغه ربي الخالق القهار. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഈ മനോഹരമായ പദ്യം കേട്ടില്ലേ? ഓക്കെ, നമുക്ക് ഒന്നും കൂടി പാടാം. അതിനു മുമ്പ് എല്ലാവരും 16-ാമത്തെ പേജ് നോക്കുക. അതിൻ്റെ ആശയം നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ പദ്യത്തിൻ്റെ ഓക്കെ നോക്കാം. ആട്ടിടയൻ ആടുകളെയും കൊണ്ടുപോകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഓരോ ഭംഗിയും കാണുകയാണ്. ആ സമയത്ത് ആട്ടിടയൻ പാടുകയാണ്. ലഹ്നുൽ കൗൻ എന്നാണ് ഹെഡിങ് പാട്ടിൻ്റെ. ഓക്കെ, നോക്കാം. ലഹ്നുൽ കൗൻ, പ്രപഞ്ചത്തിൻ്റെ താളം. ലഹ്ന് താളം, കൗൻ പ്രപഞ്ചം, പ്രപഞ്ചത്തിൻ്റെ താളം. ലഹ്നുൽ കൗൻ, പ്രപഞ്ചത്തിൻ്റെ താളം. മാ അർവഅൽ അസ്ഹാർ വശത്തു വൽ അൻഹാർ. മാ അർവഅൽ അസ്ഹാർ, എന്ത് മനോഹരമായ പൂക്കൾ. മാ അർവഅ, എന്ത് മനോഹരമായ, എന്തു ഭംഗിയുള്ള, അസ്ഹാർ പൂക്കൾ. മാ അർവഅൽ അസ്ഹാർ, എന്തു മനോഹരമായ പൂക്കൾ. വശത്തു വൽ അൻഹാർ, നദികളും തീരവും.
വശത്തു ഷത്ത് എന്ന് പറഞ്ഞാൽ തീരം, അൻഹാർ എന്ന് പറഞ്ഞാൽ നദികൾ. നദികളും തീരവും അതൊക്കെ എന്തു ഭംഗിയാ കാണാൻ അല്ലേ. വശത്തു വൽ അൻഹാർ, നദികളും തീരവും. അടുത്ത വരി ദന്നഖ്ലു ഫിൽ വാദി വൽ ഉശ്ബു വന്നുവാർ. ദന്നഖ്ലു, ആ ഈത്തപ്പനയും, ഫിൽ വാദി, താഴ്വരയിലെ ആ ഈത്തപ്പനയും, വൽ ഉശ്ബു, പുല്ലും, വന്നുവാർ, പൂമൊട്ടുകളും, പുല്ലും പൂമൊട്ടുകളും. ദന്നഖ്ലു ഫിൽ വാദി, താഴ്വരയിലെ ആ ഈത്തപ്പനയും, വൽ ഉശ്ബു വന്നുവാർ, പുല്ലും പൂമൊട്ടുകളും. വറൗളു മുസ്ദാനുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. വറൗളു മുസ്ദാനുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. വല്ലില്ലു വല്ലസ്ജാർ, ലില്ല് നിഴല്, വല്ലസ്ജാർ മരങ്ങളും നിഴലും ഭംഗിയുള്ളതാണ്. വറൗളു മുസ്ദാനുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. വല്ലില്ലു വല്ലസ്ജാർ, മരങ്ങളും നിഴലും. വശംസു ഫീ ഫലകിൻ, ചക്രവാളത്തിലെ സൂര്യനും. വശംസു ഫീ ഫലകിൻ, ഫലക്ക് ചക്രവാളം, ചക്രവാളത്തിലെ സൂര്യനും. വന്നജ്മു വൽ അഖ്മാർ, നജ്മ് നക്ഷത്രം, അഖ്മാർ ചന്ദ്രൻ. വന്നജ്മു വൽ അഖ്മാർ, ചന്ദ്രനും നക്ഷത്രവും. വശംസു ഫീ ഫലകിൻ, ചക്രവാളത്തിലെ സൂര്യനും. വന്നജ്മു വൽ അഖ്മാർ, നക്ഷത്രവും, ചന്ദ്രനും നക്ഷത്രവും. അതൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. ഓക്കെ, അടുത്ത 4 വരിയിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, അർത്ഥം നല്ലോണം ശ്രദ്ധിക്കണം. അടുത്ത നമ്മുടെ പേജ് ഈ പാട്ടിൻ്റെ ആശയം, ഈ പദ്യത്തിൻ്റെ ആശയം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അടുത്തത് 4 ഫോട്ടോ തന്നിട്ട് അതിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട വരികൾ കണ്ടെത്താനാണ് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ആശയം അറിഞ്ഞാൽ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് 4th ലൈൻ. ഓക്കെ, നോക്കാം. നിങ്ങൾ എല്ലാവരും അറബിക്കിൻ്റെ നോട്ട് പുസ്തകത്തിൽ ഇത് ഭംഗിയായി എഴുതി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് 4 ലൈൻ നോക്കാം. മാ അജ്മല ദുനിയ, എന്ത് മനോഹരമായ ഭൂമി. മാ അജ്മല ദുനിയ, എന്ത് മനോഹരമായ, എന്ത് ഭംഗിയുള്ള ഭൂമി. ഫിഹസ്വബൽ മിഅ്താർ, അതിൽ സുഗന്ധമുള്ള കാറ്റുണ്ട്. ഫിഹ, ആ ഭൂമിയിൽ, അസ്വബൽ മിഅ്താർ, നല്ല സുഗന്ധമുള്ള, സുഗന്ധപൂരിതമായ കാറ്റുണ്ട്. മനസ്സിലായല്ലേ? മാ അജ്മല ദുനിയ, എന്തു ഭംഗിയുള്ള ഭൂമി. ഫിഹസ്വബൽ മിഅ്താർ, അതിൽ സുഗന്ധപൂരിതമായ, സുഗന്ധം വീശുന്ന കാറ്റുണ്ട്. അൽഹാനുഹാ തസ്രീ, അതിൻ്റെ താളങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കാണ്. അൽഹാൻ, താളങ്ങൾ. അൽഹാനുഹാ, അതിൻ്റെ താളങ്ങൾ. തസ്രീ, അതിങ്ങനെ സഞ്ചരിക്കാണ്. തഷ്ദൂ ബിഹൽ അത്യാർ, പക്ഷികൾ അതുകൊണ്ടാണ് പാട്ടുപാടുന്നത്. അൽഹാനുഹാ തസ്രീ, അതിൻ്റെ താളങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കാണ്. തഷ്ദൂ ബിഹൽ അത്യാർ, പക്ഷികൾ അതുകൊണ്ടാണ് പാട്ടുപാടുന്നത്. അലാ ഹുസ്നിൻ ഫൈളും മിനൽ ഇബ്ഹാർ, എന്താ അർത്ഥം? ഹുസ്നുൻ അലാ ഹുസ്നിൻ, ഭംഗിയുടെ മേൽ ഭംഗി, സൗന്ദര്യത്തിൻ്റെ മേൽ സൗന്ദര്യം. ഹുസ്നുൻ അലാ ഹുസ്നിൻ, സൗന്ദര്യത്തിൻ്റെ മേൽ സൗന്ദര്യം. ഫൈളും മിനൽ ഇബ്ഹാർ, അറ്റമില്ലാത്ത ഒഴുക്കാണത്. ഫൈലുൻ, ഒഴുക്ക്. മിനൽ ഇബ്ഹാർ, അറ്റമില്ലാത്ത തുളുമ്പലാണത്, അറ്റമില്ലാത്ത ഒഴുക്കാണത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ലൈൻ. ഖദ് സാഅഹു റബ്ബിഹി അൽ ഖാലിഖുൽ ഖഹാർ. ഖദ് സാഅഹു റബ്ബി, ഇതെല്ലാം നിർമ്മിച്ചത് എൻ്റെ രക്ഷിതാവാണ്. ഖദ് സാഅഹു റബ്ബി, ഇതിനെയെല്ലാം പടച്ചത്, ഇതെല്ലാം ഉണ്ടാക്കി വച്ചത് അല്ലാഹുവാണ്, എൻ്റെ റബ്ബാണ്. ഖാലിഖുൽ ഖഹാർ, അൽ ഖാലിഖുൽ ഖഹാർ, എല്ലാം സൃഷ്ടിച്ചവനും എല്ലാം അടക്കി ഭരിക്കുന്നവനുമായ അല്ലാഹു. ഖദ് സാഅഹു റബ്ബി, ഇതെല്ലാം സൃഷ്ടിച്ചത്, ഉണ്ടാക്കി വച്ചത് എൻ്റെ റബ്ബാണ്. അൽ ഖാലിഖുൽ ഖഹാർ, എല്ലാം പടച്ചവനും എല്ലാം അടക്കി ഭരിക്കുന്നവനുമായ അല്ലാഹു. നല്ല ഭംഗിയായ അർത്ഥവത്തായ പാട്ടാണ്, പദ്യമാണ്. ഓക്കെ, അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ വീഡിയോയുടെ പിന്നോട്ട് പോയിട്ട്
നിങ്ങളൊന്നുകൂടി കാണുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജാണ് നോക്കാനുള്ളത്, 17-ാം പേജ്. ഓക്കെ, അവിടെ ഈ പദ്യം ഒന്നുകൂടി വായിച്ചതിന് ശേഷം അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം നിങ്ങൾ ആ പേജിലേക്ക് വരിക. നുറാജിഉൽ മൻളൂമ വനക്തശിഫു മിൻഹു സുതൂറൻ മുനാസിബത്തൻ ലിസ്വരി. ചിത്രങ്ങൾ 4 ചിത്രം തന്നിട്ടുണ്ട്. ആ 4 ചിത്രങ്ങൾക്കും യോജിച്ച വരികൾ പദ്യത്തിൽ നിന്നും കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ചിത്രം നോക്കാം നമുക്ക്. ഈ ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണുന്നത്? ഇതിനോട് യോജിച്ച വരി ഏതാണെന്ന് പദ്യത്തിൽ നിന്ന് കണ്ടെത്താം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് പൂക്കൾ കാണാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നദിയുണ്ട്, അതുപോലെ തന്നെ നദിക്കരയുണ്ട്. അതിനോടൊക്കെ യോജിച്ച ഒരു വരി ഏതായിരിക്കും പദ്യത്തിൽ നിന്ന് കണ്ടെത്തൂ. അതെ, ഒന്നാമത്തെ വരിയാണ് അല്ലേ. മാ അർവ അൽ അസ്ഹാർ വശത്തു വല്ലൻഹാർ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ എഴുതി വെക്കണം വൃത്തിയായിട്ട്. ഓക്കെ, അടുത്തത് നോക്കാം. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്തൊക്കെയാണ്? അതെ, അതിൽ നമുക്ക് ഈത്തപ്പന കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ കാണുന്നത്? പുല്ലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്, കുറേ പൂമൊട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതായിരിക്കും വരി? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ പക്ഷികൾ പാടുന്ന ഒരു രംഗമാണ്, ഒരു കാഴ്ചയാണ് നാം കാണുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, താളം സഞ്ചരിക്കുന്നു, താളങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, പക്ഷികൾ പാട്ട് പാടുന്നു എന്നൊക്കെ പഠിച്ചൊരു വരിയില്ലേ. അതാണ് ഇവിടെ ആപ്റ്റായത്, അത് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, നാലാമത്തെ ചിത്രം നമുക്ക് നോക്കാം. അതെ, അതിലെന്താണ് കാണുന്നത്? ചന്ദ്രനെ കാണുന്നുണ്ട്, നക്ഷത്രങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വരിയില്ലേ. ചന്ദ്രനെ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരു വരിയില്ലേ. ഓക്കെ, എന്താണ്? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ഒന്നുകൂടി നോക്കാം നമുക്ക്. ഒന്നാമത്തെ ആൻസർ എന്താണ്? മാ അർവ അൽ അസ്ഹാർ വശത്തു വല്ലൻഹാർ. അതല്ലേ ഒന്നാമത്തെ വരിയല്ലേ ഒന്നാമത്തെ ആൻസർ. ഓക്കെ, ഒന്നാമത്തെ ചിത്രത്തിൻ്റെ ആൻസർ ഒന്നാമത്തെ വരിയായിരുന്നു. ഇനി രണ്ടാമത്തേന് ആൻസർ എന്താണ്? ഈത്തപ്പനയും അതുപോലെ തന്നെ പൂമൊട്ടുകളും പുല്ലിനെ കുറിച്ചും ഒക്കെ പറയുന്ന വരി ഏതാണ്? അതല്ലേ ചിത്രത്തിൽ കാണുന്നത് രണ്ടാമത്തെ? ഏതാണ്? അതെ, രണ്ടാമത്തെ വരി തന്നെയാണ് രണ്ടാമത്തെ ആൻസർ. ആ വരിയാണ് അല്ലേ രണ്ടാമത്തെ വരിയല്ലേ ആൻസർ. ഓക്കെ, അത് നിങ്ങളവിടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ മനോഹരമായി പെൻസിൽ കൊണ്ട് എഴുതി വെക്കണം. ഓക്കെ, ഈ മൂന്നാമത്തെ ചിത്രത്തിൽ നാം എന്താണ് കാണുന്നത്? എന്താണ്? പക്ഷികൾ പാടുന്നു, താളം സഞ്ചരിക്കുന്നു അല്ലേ. മനോഹരമായി പക്ഷികൾ പാടുന്ന ഒരു കാഴ്ചയാണ്. ഓക്കെ, അതിൻ്റെ വരി ഏതാണ്? അതെ, എത്രാമത്താണ്? ആറാമത്തെ വരി അല്ലേ. എന്ന് പറയുന്ന മനോഹരമായ വരിയാണ് അതിന് ആൻസർ. കിട്ടിയില്ലേ? അൽഹാനുഹാ തസ്രി തഷ്ദു ബിഹൽ അത്യാർ. ആ വരി കിട്ടിയില്ല എല്ലാവർക്കും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ചിത്രമാണ്. ഏതാണ്? ചന്ദ്രനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വരി. ഏതായിരിക്കും? അതെ, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? ആ ലൈനാണ് നാലാമത്തെ ലൈൻ അല്ലേ, 4th ലൈൻ. വശംസു ഫീ ഫലകിൻ വന്നജ്മു വല്ലഖ്മാർ എന്ന മനോഹരമായ വരിയാണത്. നാലാമത്തെ വരിയാണ്. ഓക്കെ, നാലാമത്തെ വരിയാണ് നാലാമത്തെ ചിത്രത്തിൻ്റെ ആൻസർ. ഓക്കെ, അത് നിങ്ങൾ മനോഹരമായി എഴുതി വെക്കുക. ഇനി നിങ്ങൾ വ്യത്യസ്തമായ നല്ല ഭംഗിയുള്ള രീതിയിൽ ഈ ഒരു പദ്യം നിങ്ങൾ പാടുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സി യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.